ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റി എം.ഒ. ജോൺ അച്ഛൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് കാണാനിടയായി. ആ കുറിപ്പൊന്ന് കേൾക്കാം. പ്രധാനമന്ത്രി ഇടപെട്ട് മലങ്കര സഭാ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. സഭാ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടാൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടതായും വാർത്തയുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹങ്ങൾ ഒന്നായി പോകുന്നതാണ് നല്ലതെന്ന് അദ്ദേഹവും പറഞ്ഞു. ഒന്നായി പോകുന്നതിന് ഇരുവിഭാഗവും തയ്യാറാണോ എന്നതാണ് അടുത്ത ചോദ്യം. പ്രശ്നം പരിഹരിക്കപ്പെടണം, സ്നേഹവും സഹകരണവും ഉണ്ടാകണമെന്നതിലുപരി ഇരുവിഭാഗവും ഒന്നാകണമെന്ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ആവശ്യപ്പെട്ടതായി കേട്ടില്ല. 2017 സുപ്രീം കോടതി വിധി ഉണ്ടായ സമയത്ത് ഇരു സഭകളായി പിരിഞ്ഞ് സഹോദരി സഭകളായി നിൽക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കണമെന്നാണ് യാക്കോബായ സഭ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഴക്കുണ്ടാക്കാതെ വിഭജിച്ച് പിരിയുക എന്ന ആശയവും ചിലയിടങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നുമുണ്ട്. വിഭജിച്ച് പിരിയാനോ കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനോ തങ്ങളുടെ തന്നെ സുപ്രീം കോടതി വിധിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ എതിർവിഭാഗത്തിന് വിട്ടുകൊടുത്തോ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ഓർത്തഡോക്സ് സഭ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കേരള മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉൾപ്പെടെ പലതവണ അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. വർഷങ്ങളായി കേസ് പറഞ്ഞ് ഒരു അന്തിമ വിധി ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ എല്ലായിടത്തും വിധി നടപ്പാക്കണമെന്ന നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. സഭ ഒന്നാകണം, വിഭജിച്ചു പോകരുത്, ഐക്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറയുമ്പോൾ എങ്ങനെ ഒന്നാകണം എന്ന് കൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പള്ളികളിലും സുപ്രീം കോടതി വിധി നടപ്പിലാക്കി 1934 ഭരണഘടന അനുസരിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും അദ്ദേഹം നിയമിക്കുന്ന മേൽപ്പട്ടക്കാരുടെയും അവർ നിയമിക്കുന്ന പട്ടക്കാരുടെയും ഭരണത്തിന് കീഴിൽ വരണമെന്നാണ് മലങ്കര സഭ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തയ്യാറല്ലാത്തവർ സഭയ്ക്ക് പുറത്തു പോകുന്നതാണ് നല്ലതെന്നും മുൻപേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കർക്കശമായ നിലപാടുകൾ ഇരുവിഭാഗവും പുലർത്തുമ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ട് എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുവാൻ പോകുന്നത്? ഇതാണ് ആ കുറിപ്പ്. അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? ഓരോരോ ഉഡായിപ്പുകളുമായി ഇറങ്ങും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? വിദേശത്ത് നിന്ന് പോലും പറന്നെത്തിയാണ് വിശ്വാസികളെ പറ്റിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും യാക്കോബായക്കാർ ഇവരുടെ വാക്കുകൾ കേട്ടിരിക്കരുതെന്നേ പറയുവാനുള്ളൂ.